നമസ്തേ. നമ്മുടെ വേദപുഷ്പം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 100 എപ്പിസോഡുകൾ കടന്ന നമ്മുടെ ഈ ജൈത്രയാത്രയിൽ ഇന്ന് നമ്മൾ പഠനത്തിന് എടുക്കുന്നത് വിശ്വകർമ്മ സൂക്തമാണ്. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ 81-82 സൂക്തങ്ങളാണ് വിശ്വകർമ്മ സൂക്തമായിട്ട് അറിയപ്പെടും. 81-ൽ 7 മന്ത്രങ്ങളാണ്, 82-ൽ 7 മന്ത്രങ്ങളാണ്. അങ്ങനെ 7-7 14 മന്ത്രങ്ങളാണ് ഇതിലുള്ളത്. ഇനിയിപ്പോൾ ഈ സൂക്തം എന്താണ്, ഈ മണ്ഡലം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വേദപരിചയത്തിൽ ഞാൻ വേദപരിചയം എന്ന് പറയുന്ന വേദത്തെ അടുത്തറിയുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു യൂട്യൂബ് സീരീസ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായി ഇതെല്ലാം പറയുന്നതാണ്. കൂടുതൽ പഠിക്കേണ്ട ആളുകൾക്ക് അവിടെ പോകാം, പഠിക്കാം. സൃഷ്ടികർത്താവായ പരമേശ്വരന്റെ നാമമാണ് വേദങ്ങളിൽ വിശ്വകർമാവ് എന്നത്. വിശ്വകർമാവിൻ്റെ സൃഷ്ടിക്രിയയെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഈ സൂക്തം. ഈ സൂക്തത്തിലെ 1-ാമത്തെ മന്ത്രം, അതായത് നമ്മൾ സംസാരിച്ചു വന്നത് ഇത് 10-ാം മണ്ഡലത്തില് 81-ാമത്തെ സൂക്തത്തിലെ 1-ാമത്തെ മന്ത്രമാണ്. 10-ാം മണ്ഡലത്തിൽ ഋഗ്വേദം 10-ാം മണ്ഡലം 81-ാം സൂക്തം 1-ാമത്തെ മന്ത്രം. ഇതിൻ്റെ ഋഷി വിശ്വകർമ്മ ഭൗവനഃ ഋഷിയാണ്. വിശ്വകർമ്മ ഭൗവനഃ ഋഷി. വിരാട് തൃഷ്ടു ആണ് ഛന്ദസ്. വിശ്വകർമ്മ ദേവത. സ്വരം ധൈവത സ്വരമാണ്. ഞാൻ ഒന്നുകൂടി പറയാം. വിശ്വകർമ്മ ഭൗവനഃ ഋഷി, വിരാട് തൃഷ്ടു ഛന്ദ, വിശ്വകർമ്മ ദേവത, ധൈവത സ്വരം. മന്ത്രം ചൊല്ലുമ്പോൾ എപ്പോഴും ഓംകാരം ചൊല്ലിയാണ് തുടങ്ങേണ്ടത്. വേദമന്ത്രങ്ങൾ ഓം യ ഇമാ വിശ്വാഭുവനാനി ജുഹ്വദൃശിർഹോത ന്യസീദത് പിതാനഃ സ ആശിഷാ ദ്രവിണമിച്ഛമാനഃ പ്രഥമച്ഛദവരാൻ ആവിവേശാം. ഒരിക്കൽ കൂടി ചൊല്ലാം. ഓം യ ഇമാ വിശ്വാഭുവനാനി ജുഹ്വദൃശിർഹോത ന്യസീദത് പിതാനഃ സ ആശിഷാ ദ്രവിണമിച്ഛമാനഃ പ്രഥമച്ഛദവരാൻ ആവിവേശാം. ഓം യ ഇമാ വിശ്വാഭുവനാനി ജുഹ്വദൃശിർഹോത ന്യസീദത് പിതാനഃ സ ആശിഷാ ദ്രവിണമിച്ഛമാനഃ പ്രഥമച്ഛദവരാൻ ആവിവേശാം. ഈ 1-ാം മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യ ഇമാ വിശ്വാഭുവനാനി അല്ലേ. അപ്പോൾ യഹ ഏതൊരു ഏതൊരു യഹ ഏതൊരു ഏതൊരു ഓം യ ഇമാ വിശ്വാഭുവനാനി ജുഹ്വദൃശിർ ഹോത. ഋഷി 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 ഹോത. ഋഷി ദീർഘദർശിയും. ഋഷി ദീർഘദർശിയും ദീർഘദർശിയും. ഹോത സംഹാരകർത്താവുമായ ഭഗവാനാണോ? ഹോത സംഹാരകർത്താവുമായ ഭഗവാനാണോ? ഇമാ ഇമാ ഈ ഇമാ എന്ന് പറഞ്ഞാൽ ഈ ഇമാ ഈ വിശ്വാഭുവനാനി വിശ്വാഭുവനാനി സമസ്ത ലോകലോകാന്തരങ്ങളെയും വിശ്വാഭുവനാനി സമസ്ത ലോകാന്തരങ്ങളെയും വിശ്വാഭുവനാനി സമസ്ത ലോകാന്തരങ്ങളെയും ജുഹ്വത് 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 പ്രളയാഗ്നിയിൽ ഹോമിച്ചുകൊണ്ട്. ജുഹ്വത് പ്രളയാഗ്നിയിൽ ഹോമിച്ചുകൊണ്ട്. ജുഹ്വത് പ്രളയാഗ്നിയിൽ ഹോമിച്ചുകൊണ്ട്. ജുഹ്വത് പ്രളയാഗ്നിയിൽ ഹോമിച്ചുകൊണ്ട്. ന്യസീദത് ന്യസീദത് ന്യസീദത്
അതിൽ സ്വയം ഉപവിഷ്ടനായിരിക്കുന്നത്, അതിൽ സ്വയം ഉപവിഷ്ടനായിരിക്കുന്നത്, അതിൽ സ്വയം ഉപവിഷ്ടനായിരിക്കുന്നത്, നസീദത്, നസീദത്, അതിൽ സ്വയം ഉപവിഷ്ടനായി ഇരിക്കുന്നത്, അങ്ങനെയുള്ള 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 നഹ പിതാ, നഹ പിതാ, നഹ പിതാ, നഹ പിതാ, ഞങ്ങളുടെ പിതാവായ, ഞങ്ങളുടെ പിതാവായ, ഞങ്ങളുടെ പിതാവായ, അഥവാ പാലകനായ, അഥവാ പാലകനായ, സഹ സഹ സഹ, അവിടുന്ന്, ഭഗവാൻ അവിടുന്ന്, സഹ അവിടുന്ന്, ദ്രവിണം ഇച്ഛമാനഃ, ദ്രവിണം ഇച്ഛമാനഃ, ജഗത്താകുന്ന ദ്രവ്യസമൂഹത്തെ ഇച്ഛിച്ചുകൊണ്ട്, ജഗത്താകുന്ന ദ്രവ്യസമൂഹത്തെ ഇച്ഛിച്ചുകൊണ്ട്, ജഗത്താകുന്ന ദ്രവ്യസമൂഹത്തെ ഇച്ഛിച്ചുകൊണ്ട്, ജഗത്താകുന്ന ദ്രവ്യസമൂഹത്തെ ഇച്ഛിച്ചുകൊണ്ട്, ആശിഷ, 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 ജീവാത്മാക്കൾക്കുള്ള അനുഗ്രഹാശിസ്സുകളോടെ, ജീവാത്മാക്കൾക്കുള്ള അനുഗ്രഹാശിസ്സുകളോടുകൂടി, പ്രഥമച്ഛത്, 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 ആദ്യമേ ഉണ്ടായിരുന്ന, ആദ്യമേ ഉണ്ടായിരുന്ന, ആദ്യമേ ഉണ്ടായിരുന്ന പരമാണു സമൂഹത്തെ ആവരണം ചെയ്തുകൊണ്ട്, ആദ്യമേ ഉണ്ടായിരുന്ന പരമാണു സമൂഹത്തെ ആവരണം ചെയ്തുകൊണ്ട്, അഥവാ അതിൽ പ്രഭാവം ചെലുത്തിക്കൊണ്ട്, അഥവാ അതിൽ പ്രഭാവം ചെലുത്തിക്കൊണ്ട്, അഥവാ അതിൽ പ്രഭാവം ചെലുത്തിക്കൊണ്ട്, അവരാൻ ആവിവേശ, അവരാൻ ആവിവേശ, അവരാൻ ആവിവേശ, തുടർന്ന് സൃഷ്ടമായി കൊണ്ടിരിക്കുന്ന കാര്യപദാർത്ഥങ്ങളിലേക്ക് സ്വയം വ്യാപിച്ചു. അവരാൻ ആവിവേശ എന്ന് പറഞ്ഞാൽ തുടർന്ന് സൃഷ്ടമായിക്കൊണ്ടിരിക്കുന്ന, തുടർന്ന് സൃഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാര്യപദാർത്ഥങ്ങളിലേക്ക്, കാര്യപദാർത്ഥങ്ങളിലേക്ക്, കാര്യപദാർത്ഥങ്ങളിലേക്ക് സ്വയം വ്യാപിച്ചു, സ്വയം വ്യാപിച്ചു. മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലാം, അർത്ഥവും ഒരു തവണ കൂടി പറയാം. എഴുതിയെടുത്തല്ലേ, അവരാൻ ആവിവേശം എന്ന് പറഞ്ഞാൽ തുടർന്ന് സൃഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാര്യപദാർത്ഥങ്ങളിലേക്ക് സ്വയം വ്യാപിച്ചു. ഇനി എന്താണ് മന്ത്രം? ഒരിക്കൽ കൂടി ചൊല്ലാം. ഓം യ ഇമാ വിശ്വാഭുവനാനി ജുക്വദൃശിർഹോദ നസീദത് പിതാനഃ സ ആശിഷാ ദ്രവിണമിച്ഛമാനഃ പ്രഥമച്ഛതവരാൻ ആവിവേശ. ഓം യ ഇമാ വിശ്വാഭുവനാനി ജുക്വദൃശിർഹോദ നസീദത് പിതാനഃ സ ആശിഷാ ദ്രവിണമിച്ഛമാനഃ പ്രഥമച്ഛതവരാൻ ആവിവേശ. അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു പോകാം. യഹ ഏതൊരു ഋഷിഹി ദീർഘദർശിയും ഹോത സംഹാരകർത്താവുമായ ഭഗവാനാണോ ഇമാ ഈ വിശ്വാഭുവനാനി സമസ്ത ലോകാന്തരങ്ങളെയും ജുഹ്വത് പ്രളയാഗ്നിയിൽ ഹോമിച്ചുകൊണ്ട് നസീദത്
അതിൽ സ്വയം ഉപവിഷ്ടനായിരിക്കുന്നത് അങ്ങനെയുള്ള നഹപിത ഞങ്ങളുടെ പിതാവായ പാലകനായ സ അവിടുന്ന് ദ്രവിണം ഇച്ഛമാനഹ ജഗത്താകുന്ന ദ്രവ്യസമൂഹത്തെ ഇച്ഛിച്ചുകൊണ്ട് ആശിഷ ജീവാത്മാക്കൾക്കുള്ള അനുഗ്രഹാശിസ്സുകളോടെ പ്രഥമച്ഛത ആദ്യമേ ഉണ്ടായിരുന്ന പരമാണു സമൂഹത്തെ ആവരണം ചെയ്തുകൊണ്ട് അഥവാ അതിൽ പ്രഭാവം ചെലുത്തിക്കൊണ്ട് അവരാനാവിവേശ തുടർന്ന് സൃഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാര്യപദാർത്ഥങ്ങളിലേക്ക് സ്വയം വ്യാപിച്ചു എന്നർത്ഥം. നോക്കൂ, ഇതാണ് വിശ്വകർമ്മ സൂക്തത്തിലെ ഒന്നാമത്തെ മന്ത്രം. ഇത് പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സൂക്തമാണ്. അങ്ങേയറ്റത്തെ മഹത്തായ സൂക്തങ്ങളിൽ ഒന്ന് എന്ന് എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ള ഒരു സൂക്തമാണിത്. ഇതിനകത്ത് സാധനയുടെയും തപസ്സിൻ്റെയും ഒക്കെ ആഴങ്ങളുണ്ട്. അത്തരം അഗാധമായ ഭാവങ്ങളിലേക്ക് കടന്നു പോകാൻ ഇപ്പോൾ സാധിച്ചിട്ടില്ല. അത് ധ്യാനമഗ്നനായിരിക്കുമ്പോഴാണ് നമുക്ക് സാധ്യമാവുക. അത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിനും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അറിയാനുമൊക്കെ എൻ്റെ ഫോൺ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അതേപോലെ ഇമെയിൽ ID യും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ മറുപടി അയയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് ചോദ്യങ്ങൾ അയയ്ക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വിശ്വകർമ്മ സൂക്തത്തിൻ്റെ അർത്ഥം മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കൂടി കഴിയട്ടെ എന്ന് വിശ്വകർമ്മ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹൃദയ നമസ്കാരം.